ഹലോ. അപ്പൊ നമ്മള് ഇതിന് മുന്നേ ഡീൽ ചെയ്തിട്ടുള്ളത് +2 സുവോളജിയിലുള്ള യൂണിറ്റ് 7 ചാപ്റ്റർ 5 ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആയിരുന്നു. അത് നമ്മള് ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് കേൾക്കാത്തവര് സെക്കൻഡ് പാർട്ട് കേൾക്കരുത്. ഫസ്റ്റ് പാർട്ട് കേട്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നല്ല കണക്ഷൻസ് വരുന്ന ടോപ്പിക്കുകളാണ്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്സ് ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് പാർട്ട് കേൾക്കുക. ഓക്കെ, അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിനകത്താണ്. സോ അത് കേട്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് എല്ലാവരും കേൾക്കുക. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വളരെ കുറച്ച് പോർഷൻസ് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ മേ ബി നമ്മൾക്ക് അത് ഓവർലോഡ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻസ് മാത്രമേ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കുറച്ചുകൂടി ക്രോസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. നമ്മളിപ്പം കുറച്ച് ക്രോസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു അല്ലേ? അതേപോലെ നമ്മൾ കുറച്ച് ക്രോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നതിന് ബേസിക് ഐഡിയ ഉണ്ടാക്കി. പിന്നെ എന്താ ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു അല്ലെ? അപ്പോ അതേപോലെ മെന്റൽ എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്തത്, മെന്റലിന്റെ ലോ പഠിച്ചു അല്ലെ? എന്തായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് അല്ലെ? അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കണമെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. സോ നമ്മൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഫസ്റ്റ് പറയുന്നത് നമ്മൾ ബാക്കി മുന്നേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസിന്റെ എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടായിരുന്നു, അതേപോലെ കോ ഡോമിനൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആദ്യം നമ്മൾ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതിനുശേഷം അതിന്റെ 2 എക്സെപ്ഷൻസും പറഞ്ഞു. അത് അവിടെ കഴിഞ്ഞു. നമ്മൾ പറയുന്നത് മെന്റലിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സോ ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മെന്റൽ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ അതായത് അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഈച്ച് allele segregate separately during gamete formation without mixing and they come together only during fertilization. ഓക്കെ, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ അലയിലും ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, അവര് മിക്സ് ചെയ്യൂല. അത് നമ്മൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ എപ്പോഴും എടുക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഓക്കെ, ഇത് രണ്ടും എന്താണ്? രണ്ട് അലീൽസ് ആണ് അല്ലെ? ഇതിപ്പോ ഒരാളുടെ ജീനോ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു പാരന്റിന്റെ ഒരു ജീനോ ടൈപ്പ് ആണ് വിചാരിക്കാം. ഇത് രണ്ടും എന്താണ്? രണ്ട് അലീൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്നറിയോ? നമ്മളിപ്പം ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ നമുക്ക് എത്ര ക്രോമസോംസ് ആണ് സെറ്റ്, അല്ലെങ്കിൽ 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? 2n = 46 ആണ്. ഓക്കെ, നമ്മൾക്ക് നമ്മളെ ക്രോമസോംസിന്റെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് 46 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, 46 ക്രോമസോംസ് ആണ് 2n ആയിട്ടുള്ള നമ്മളെ ഒരു സെല്ലിനകത്ത് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മള് ഗമീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗമീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിലിനകത്താണെങ്കിൽ അത് സ്പേം ആണ്, അതേപോലെ തന്നെ ഫീമെയിലിനകത്താണെങ്കിൽ എഗ് ആണ്. ഓക്കെ, അതാണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഗമീറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഗമീറ്റിൽ n ആയിരിക്കും ഉണ്ടാവുക നമ്പർ. ഓക്കെ, അതായത് n ഇക്കാരം. മറ്റത് 2n = 46 ആണ്. അങ്ങനെയാണെങ്കിൽ n പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 23 ആയിരിക്കും. 23 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇത് ഹാഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഹാഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അലീൽസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മളിപ്പം നമ്മളെ നോർമൽ ഒരു 2n ആയിട്ടുള്ള സെല്ലിനകത്ത്, അല്ലെങ്കിൽ നമ്മളെ സൊമാറ്റിക് സെല്ലുണ്ടല്ലോ, ഗമീറ്റ്സ് അല്ലാത്ത സെല്ലുകൾ ഉണ്ടല്ലോ, നമ്മളെ നോർമൽ ആയിട്ടുള്ള നമ്മളെ ബോഡിക്കകത്തുള്ള സെല്ല്, ആ സെല്ലിനകത്ത് ഈ രണ്ട് അലീൽസ് ഉണ്ടാവും. ഏത് അലീൽസ് ആയിരിക്കും അറിയോ? ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇത് രണ്ടും നമ്മളെ നോർമൽ സെല്ലിനകത്ത് എന്തുണ്ടാവും? ഇത് രണ്ടും ഉണ്ടാവും. പക്ഷെ ഗമീറ്റ് ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് പോകും. ഓക്കെ, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പോകും. അതാണ് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത് അല്ലെ? നമ്മൾ അന്ന് ക്രോസ് ഒക്കെ ചെയ്തില്ലേ? നമ്മള് ഇപ്പം ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി ഒക്കെ ചെയ്തില്ലേ? ആ ഒരു ടൈമിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിലായിരുന്നു ഇങ്ങനെ വെച്ചത് അല്ലെ? അപ്പൊ ഈ റൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തതിന് ഇതൊരു ഗമീറ്റ് ആണ്, ഇത് വേറൊരു ഗമീറ്റ് ആണ്. ഓക്കെ, രണ്ട് ഗമീറ്റും ഡിഫറെന്റ് ആണ് അല്ലെ? ഇത് ക്യാപിറ്റൽ ടി ആണ് ഈ ഗമീറ്റിനകത്തുള്ളത്, ഈ ഗമീറ്റിനകത്ത് സ്മോൾ ടി ആണുള്ളത്. ഇതിപ്പം ഫാദറിന്റെ കേസ് ആണെന്ന് വിചാരിക്കുക. ഇത് ഫാദർ ആണെങ്കിൽ
ഇവിടെ ഇനിയിപ്പോ മദർ ഉണ്ടാവും. ഓക്കെ, മദറും ഇതേപോലെ തന്നെ, മദറിനും ഇതേപോലെ മദറിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ മദറിന്റെ ഗമീറ്റ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദറിന്റെ ഗമീറ്റ്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. എന്നിട്ട് ഈ ഗമീറ്റ്സ് തമ്മിലായിരിക്കും ഏതെങ്കിലും രണ്ട് ഗമീറ്റ് ആയിരിക്കും ഫ്യൂസ് ചെയ്യുക അല്ലെ. ചിലപ്പം ഈ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും ഫ്യൂസ് ചെയ്തിട്ട് ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ ഉണ്ടാവാം. ഈ സ്മോൾ ടിയും ക്രോസ് ചെയ്തിട്ട് സ്മോൾ ടി എന്ന് പറഞ്ഞ ജീനോടൈപ്പിലായിരിക്കും ഓഫ് സ്പ്രിങ് വരിക. അങ്ങനെയാണൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെ ആണ് അത് ആ ഒരു ഗമീറ്റ്സിന്റെ സെപ്പറേഷൻ, അതായത് ഗമീറ്റ്സ് രണ്ട് ജീനോടൈപ്പിനകത്ത് രണ്ടും ഒരുമിച്ചിരുന്നവര് പിന്നെ സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗമീറ്റ്സ് ഓരോ അലീലും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്തായി, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗമീറ്റിൽ പോയിരുന്നു. സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള ആള് വേറൊരു ഗമീറ്റിനകത്ത് പോയിരുന്നു. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. അതായത് ക്യാപിറ്റൽ ടിക്ക് ഒരു ഗമീറ്റിനകത്ത് പോകണമെങ്കിൽ സ്മോൾ ടീന് ഡിപെൻഡന്റ് അല്ല. ക്യാപിറ്റൽ ടിന്റെ ഇഷ്ടം പോലെ മിക്സ് ചെയ്യാതെ പോകും. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അല്ലാതെ ഈ സ്മോൾ ടി പോകുമ്പോൾ ക്യാപിറ്റൽ ടിന്റെ ഒരു പോർഷനും കൊണ്ടല്ല പോകുന്നത്. അതുപോലെ സ്മോൾ ടി പോകുമ്പോൾ ക്യാപിറ്റൽ ടിന്റെ പോർഷൻ കൊണ്ടല്ല, ക്യാപിറ്റൽ ടി പോകുമ്പോൾ സ്മോൾ ടിന്റെ പോർഷൻ കൊണ്ടൊന്നല്ല പോകുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് അലീലാണ്. രണ്ട് അലീലുകൾ എവിടെയൊക്കെ ഉണ്ടോ, ഇപ്പൊ ഇനി ഹോമോസൈഗസ് ആയിക്കോട്ടെ, ഇപ്പം ഇത് രണ്ടും ക്യാപിറ്റൽ ബി ഇത് ഹോമോസൈഗസ് ആണ്. ഇവര് ഗമീറ്റിലേക്ക് പോകുമ്പോൾ ഒരു അലിയിൽ ഒരു ഗമീറ്റിൽ പോകും, അടുത്ത അലിയിൽ അടുത്ത ഗമീറ്റിലും പോകും. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും പോവുക. ഓക്കെ, ഒരാൾ ഡിപെൻഡന്റ് അല്ല. അതായത് ഇപ്പം ഈ ക്യാപിറ്റൽ ബി പറയാണ് മറ്റേ ആളുകൂടി ഉണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ, അങ്ങനെ പറയില്ല, അങ്ങനെ പോവാൻ പറ്റില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പറയാനുണ്ട്, നെക്സ്റ്റ് ലേറ്റർ ആയിട്ട് നമുക്ക് പറയാം. എനിവേ, നോർമൽ ഒരു കേസിലാണെങ്കിൽ ഈ രണ്ട് അലീൽസും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗമീറ്റിലേക്ക് പോകുന്നത്, നോർമൽ സെല്ലിനകത്ത് മാത്രമാണ് ഈ ഒരു രണ്ട് അലീൽസും ഒരുമിച്ച് ഉണ്ടാവുക. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് രണ്ട് അലീൽസും ഡിഫറെന്റ് ആയിട്ട് പോകും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഗമീറ്റിനകത്ത് ഒരു അലീലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ 4 അലീലുള്ള ഒരു ജീനാണ് വിചാരിക്കുക. നമ്മൾ നേരത്തെ ബ്ലഡ് ഗ്രൂപ്പിന് 3 അലീലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ഇപ്പൊ 4 അലീലുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ രണ്ട് അലീൽസ് പോവുമോ? ഇല്ല. എങ്ങനെയാണെങ്കിലും ഒരലിയിൽ മാത്രമേ പോവുള്ളൂ. ഓക്കെ, അപ്പം ഇത്ര മാത്രം മനസ്സിലാക്കുക. ഒരു ഗമീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അലീലേ ഉണ്ടാവുള്ളൂ. അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അവര് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ അലീലും സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഗമീറ്റിനകത്തേക്ക് വരുന്നത്. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഇവർ മിക്സ് ചെയ്യാതെയാണ് ഇവര് ഗമീറ്റിനകത്തേക്ക് വരുന്നത്. പിന്നെ അവർ എപ്പോഴാ ഒരുമിച്ച് വരിക അല്ലേ? എപ്പോഴാ ഒരുമിച്ച് വരിക? ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മൾ പറഞ്ഞു അല്ലെ, എപ്പോഴാ വരിക? ഫാദറിന്റെ അടുത്തുനിന്നും ഒരു അലിയിലും മദറിന്റെ അടുത്തുനിന്ന് ഒരു അലിയിലും വരും എന്ന് പറഞ്ഞു. അത് എപ്പോഴാ അങ്ങനെ വരുന്നേ? ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോ. അപ്പോഴല്ലേ ഗമീറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യാ അല്ലെ? ഗമീറ്റ്സ് തമ്മിൽ എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷന്റെ ടൈമിലല്ലേ? ഓക്കെ, അപ്പം ഇത് ഈ ഒരു അലിയിലാണ്. ഇത് ഫാദർ ആണ്, ഇത് മദർ ആണ്. ഈ അലിയില് ക്യാപിറ്റൽ ടി സ്മോൾ ടി നിങ്ങൾക്ക് തന്നെ പറഞ്ഞു മടുക്കുന്നുണ്ടോ? ഇത് ചിലപ്പോ നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ക്യാപിറ്റൽ ടി ഇവരെപ്പോഴാ മീറ്റ് ചെയ്യുക? ഇത് മദർ ആണെന്നല്ലേ പറഞ്ഞത്. മദർ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എഗ് ആയിരിക്കും ഉണ്ടാവുക. മദറിന്റെ ഗമീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ് ആണ്. ഫാദറിന്റെ ഗമീറ്റ് എന്താണ്? സ്പേം ആണ് അല്ലെ? ഈ എഗ്ഗും സ്പേമും എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? എഗ്ഗും സ്പേം എപ്പോഴാ മീറ്റ് ചെയ്യുക? ഫെർട്ടിലൈസേഷന്റെ സമയത്തല്ലേ മീറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവരെപ്പോഴാ ഒരുമിച്ച് വരിക? ഈ അലീൽസ് എപ്പോഴാ മീറ്റ് ചെയ്യുക? അതായത് ഇവര് ഓരോരുത്തരായിട്ട് ഓരോ ഗമീറ്റില് ഒരാള് എന്നുള്ള രീതിയിൽ വന്നിട്ടല്ലായിരുന്നോ? എന്താണ്, ഒരു ഗമീറ്റിൽ ഒരാള് എന്നുള്ള രീതിയിലാണ് ഇവര് എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? ഇവര് മീറ്റ് ചെയ്യുന്നത് പിന്നീട് ഗമീറ്റ് ഫോർമേഷന്റെ സമയത്താണ്. ഓക്കെ, ഗമീറ്റ് ഫോർമേഷന്റെ സമയത്താണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ഗമീറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസേഷന്റെ സമയത്ത്. സോറി കേട്ടോ, ഇടയ്ക്കൊന്ന് ചെറിയ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. നമ്മള് സെലക്ട് ആയിപ്പോയി. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ്. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷനിൽ പറയുന്നത് എന്താണ്? ഓരോ അലിയിലും ഓരോ ഗമീറ്റിനകത്താണ് പോകുന്നത് അല്ലേ? ഒരു ഗമീറ്റിനകത്ത് ഒരു അലിയിലേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇവര് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാ? ഗമീറ്റ്സ് മീറ്റ് ചെയ്യുമ്പോ. ഗമീറ്റ്സ് എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷന്റെ സമയത്ത് അല്ലെ? ഫെർട്ടിലൈസേഷന്റെ സമയത്താണ് ഗമീറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷന്റെ സമയത്താണ് ഗമീറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. ഗമീറ്റ് ഫോർമേഷൻ. ഓക്കെ, അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ലേ, ഫെർട്ടിലൈസേഷന്റെ സമയത്താണ് ഗമീറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ അലീലും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ മീൻസ് ഇവര് ഡിഫറെന്റ് ആയിട്ട് പോവാ, ഇവര് സെപ്പറേറ്റ് ആയിട്ട് പോവുക, സെപ്പറേറ്റ് ആയിട്ട് ഇവര് പോവും. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഓരോ അലീലും സെപ്പറേറ്റ് ആയിട്ട് പോകും. ആ ഒരു അലീലും ആ ഒരു ഇൻഡിപെൻഡന്റ് അല്ല. ഇപ്പൊ 4 അലീൽ ഉണ്ടെങ്കിൽ 4 പേരും 4 ഗമീറ്റിലോട്ടായിരിക്കും പോവുക. അല്ലാതെ അവര് 4 പേരുണ്ടല്ലോ, എന്നാൽ 2 പേര് ഈ ഒരു ഗമീറ്റിൽ പോവാ, 2 പേര് ആ ഗമീറ്റിൽ പോവാ, അങ്ങനെയല്ല. ഇവര് ഒരു ഗമീറ്റിൽ എങ്ങനെയാണെങ്കിലും ഒരു അലീലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രമാത്രം ഡിഫറെന്റ് ഗമീറ്റ്സ് ഫോം ചെയ്യും. ഓക്കെ, അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യും. നമ്മൾ എത്ര അലീലുണ്ടോ അത്ര ഡിഫറെന്റ് നമ്പർ ഓഫ് ഗമീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പം ഒരു പെർട്ടിക്കുലർ ആളാണ്, പെർട്ടിക്കുലർ ആൾക്ക് എത്ര ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ഫോം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്ര അലീൽസ്, എത്ര ഡിഫറെന്റ് അലീൽസ് ഉണ്ടോ അത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവര് മീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള അലീൽസ് മീറ്റ് ചെയ്യുന്നത് എപ്പോഴാ? ഗമീറ്റ്സ് മീറ്റ് ചെയ്യുന്ന സമയത്താണ്. ഗമീറ്റ്സ് എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ സമയത്താണ്. ഓക്കെ, അത് മാത്രമാണ് ഈ ഇതിനകത്ത് പറയുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ? നമുക്ക് അറിയാം അലീൽസ് സെപ്പറേറ്റഡ് ആവുന്നതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഗമീറ്റ്സ് ഇങ്ങനെ വരും, ഓരോ അലീൽസ് ഓരോ ഗമീറ്റ്സിനകത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ ഇവര് ഈ ഗമീറ്റ്സ് ജോയിൻ ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ സമയത്ത് ഇവരിങ്ങനെ ഫാദറിന്റെ ഒരു ഗമീറ്റും മദറിന്റെ ഒരു ഗമീറ്റും കമ്പൈൻ ചെയ്യും. പിന്നെയും പഴയ പോലെ തന്നെ 2 അലീൽസ് വരും. ആ 2 അലീൽസ് വരുന്നത് ഏതെങ്കിലും അലീൽസ് ആയിരിക്കും. കാരണം അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ, ഫാദറിന്റെ ഗമീറ്റിൽ ഏത് അലീല ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു അലീല് വരാം. അതേപോലെ ചിലപ്പോ മദറിനൊരു 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് ഉണ്ടാവും. ഇതിനകത്ത് നിന്ന് ആര് വേണമെങ്കിലും വരാമല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞൂല്ലേ, അതായത് ഇന്ന അലീല് ഈ ഒരു അലീലിന്റെ അടുത്ത് മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ, ഇവര് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്ക് ഏത് അലീലിന്, അതായത് സെയിം ജീനിന്റെ സെയിം ജീനിന്റെ കാര്യമാണ് പറയുന്നത്. സെയിം ജീനിന്റെ അലീൽസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഏതൊരു ഓർഡറിൽ വേണമെങ്കിലും അവർക്ക് റീജോയിൻ ചെയ്യാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു കാര്യം തന്നെ ലോ ആയിട്ട് പറയാന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയാന്നേ ഉള്ളൂ. പ്രിൻസിപ്പിൾ ആയിട്ട് പറയുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ കുറച്ചൊരു ഫോർമൽ രീതിയിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്തു എന്നാണുള്ളത്. അതായത് ഈ പ്രിൻസിപ്പിൾ പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. ഗമീറ്റ്സ് എന്ത് ചെയ്യും? അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യും. ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഓരോ അലീലും ഓരോ ഗമീറ്റിൽ പോകും. പിന്നെ ഇവര് മീറ്റ് ചെയ്യുന്നത് ഗമീറ്റ്സ് മീറ്റ് ചെയ്യുമ്പോൾ, ഈ അലീൽസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അലീൽസ് മീറ്റ് ചെയ്യുന്നത് ഗമീറ്റ്സ് മീറ്റ് ചെയ്യുന്ന സമയത്താണ്. ഗമീറ്റ്സ് മീറ്റ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ സമയത്താണ്. അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയുന്നുണ്ടോ, ഈ ഒരു ലോക്ക് വേറൊരു പേര് കൂടി ഉണ്ട്. അതാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. ഓക്കെ, ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? എന്താ പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്ലിയർ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു സംഭവം. അതായത് വേറെ മിക്സിങ് കാര്യങ്ങളൊന്നുമില്ല, വേറെ കണ്ടാമിനേഷൻ ഒന്നുമില്ല, അങ്ങനത്തെ സാധനമല്ലേ നമ്മള് പ്യുവർ ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗമീറ്റ്സ് പ്യുവർ ആണ്. ഗമീറ്റ്സ് എപ്പോഴും പ്യുവർ ആണ്. അതായത് ഇതിനകത്ത് ഒരു ഗമീറ്റിനകത്ത് ഒരു അലീലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പ്യുവർ ആണ്. അല്ലാതെ വേറൊരു അലീലിന്റെ ഒരു പോർഷനും ഒരലീലും വേറൊരു അലീലിന്റെ പോർഷനും, അല്ലെങ്കിൽ ഒരു അലീലിന്റെ ഒരു പോർഷൻ മാത്രം, അങ്ങനെയൊന്നും അല്ല വരുന്നത്. അല്ലെങ്കിൽ ഒരു 2.5 അലീലുള്ള ഒരു ഗമീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയോ? ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ഗമീറ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു 3.25 അലീൽസ് വരുന്ന ഗമീറ്റ്, അങ്ങനെയൊന്നുമില്ല. ഒരു അലീലുള്ള ഒരു ഗമീറ്റ്, ഒരു ജീനിന്റെ ഒരു അലീൽ മാത്രമുള്ളതായിരിക്കും ഒരു ഗമീറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് കൂടി ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ പറയാൻ കാരണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. കാരണം മേ ബി നമ്മൾക്ക് ചിലപ്പം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, സ്റ്റേറ്റ് ദ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അയ്യോ അങ്ങനെ ഒരു ലോ നമ്മൾ പഠിച്ചില്ലല്ലോ, നമ്മൾ ഇങ്ങനെ 3 പഠിച്ചുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ഒക്കെ അറിയുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് ചോദിക്കുമ്പോൾ അതറിയാതെ ഇരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ എന്നുള്ള ആ ഒരു ലോക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലോയും പഠിച്ചു അല്ലെ? പഠിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേറെ എന്ത് ചെയ്യാം? നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. ഓക്കെ, ഇതാ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഇതാ ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്, അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, അത് രണ്ട് പാരന്റ്സും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പം അതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തത്? എങ്ങനെയാ സെഗ്രിഗേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ഒരു ക്യാപിറ്റൽ ടി ഒരു ഗമീറ്റില്, സ്മോൾ ടി ഒരു ഗമീറ്റില്, മറ്റേ പാരന്റിൽ അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി ഒരു ഗമീറ്റിലും സ്മോൾ ടി വേറൊരു ഗമീറ്റിലും, അങ്ങനെയാണല്ലേ വന്നത്. പിന്നെ കണ്ടോ ഫെർട്ടിലൈസേഷൻ ആരോ മാർക്ക് കണ്ടില്ലേ? ഫെർട്ടിലൈസേഷൻ സംഭവിച്ചപ്പോ എന്ത് സംഭവിച്ചു?
ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അലീൽസ് റീജോയിൻ ചെയ്തു. മീൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ള അലീൽസ് മീൻസ് രണ്ട് പാരന്റ്സിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പാരന്റ്സിന്റെ ജീനോടൈപ്പിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന അലീൽസ് അവര് പിന്നെയും വന്നു. ഇപ്പൊ ഓഫ് സ്പ്രിങ്ങിനും എന്തായി ജീനോടൈപ്പ് നമ്മളെ ജനറ്റിക് മേക്കപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വിചാരിക്കാം ഈ ഒരു കേസ് എടുക്കാം. അതായത് ഈ ഒരു ഇതേപോലെയാണ് ഗമീറ്റ് ഫോം ചെയ്തത്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഉള്ള ഒരു ഗമീറ്റ ഫോം ചെയ്ത് വിചാരിക്കുക. ഓക്കെ, ഇപ്പം അടുത്തൊരു ആളുണ്ടാവും, ഇതൊരു പാരന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഗമീറ്റ് ആണ് ഒരാളൂടി ഉണ്ടാവും. ഓക്കെ, വേറെ ഒരാളൂടി ഉണ്ട് ഇങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഗമീറ്റ വിചാരിക്കുക, ഇതൊരു ഗമീറ്റ വിചാരിക്കുക. ഇവര് കമ്പൈൻ ചെയ്ത് എന്തായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? എന്തായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി ഒരു മിനിറ്റ്, പെന്ന് വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഇറൈസർ വർക്ക് ചെയ്യുന്നുണ്ട്, പെന്ന് വർക്ക് ചെയ്യുന്നില്ല. എന്താ അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും അടുത്ത ആളുണ്ടാവുക. ഇത് പാരന്റ്, ഇങ്ങോട്ട് നോക്ക്, ഇതിനകത്ത് എന്താ സംഭവിച്ചത്? ഇത് പാരന്റിന്റെ ജീനോടൈപ്പ്, അതേപോലെ അതിന്റെ ഡബിൾ ആയി. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ജീനോടൈപ്പ് ആയിരുന്നു ഇത്, പാരന്റിന്റെ ജീനോടൈപ്പ്, 2 അലീൽസ് ഉള്ള ഒരു ജീന്. ഇവിടെ അതേപോലെ തന്നെ 2 അലീൽസ് ഉള്ളത്, ഇവിടെ 4 അലീൽസ് ഉള്ള ഒരു ജീന്. ഇതൊരു അബ്നോർമാലിറ്റി അല്ലേ? ഇനി ഇതേപോലെ ഒരാളൂടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവര് പിന്നെ അത് 4 ഉള്ളത് എന്തായിരിക്കും? 8 അലീൽസ് ആവും, 16 ആവും, 32 ആവും, അങ്ങനെ ഡബിൾ ചെയ്ത് അങ്ങനെ പോവും. അത് നമ്മൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് കോൺസ്റ്റന്റ് ആയിട്ടും നിൽക്കണം. ജീനോടൈപ്പ് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഗമീറ്റ്സ് ഫോം ചെയ്ത് ഒരു ഗമീറ്റിൽ ഒരു അലീൽ എന്ന് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് പാരന്റിന്റെ ജീനോടൈപ്പിന്റെ അതേപോലെ തന്നെ ഓഫ് സ്പ്രിങ്ങിന്റെ ജീനോടൈപ്പും സെയിം ആയിട്ട് വരുന്നത്, സെയിം നമ്പർ ഓഫ് അലീൽസും. ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു അലീൽ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇങ്ങനെയും സംഭവിക്കാമല്ലോ, ഇങ്ങനെ ഒരു ഗമീറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് ചില കേസസിൽ ഇങ്ങനെ വരാം, 2 അലീൽസും ഒരു ഗമീറ്റിൽ വരും, എന്നിട്ട് അടുത്ത ഗമീറ്റിൽ എന്ത് ചെയ്യുമെന്നറിയോ? അലീൽസ് ഒരു അലീൽ പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം, അങ്ങനെ കുറെ അബ്നോർമാലിറ്റീസ് ഒക്കെ വരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മള് ഡൈഹൈബ്രിഡ് ക്രോസ് നോക്കാം അല്ലെ. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തായിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസ്? മറന്നുപോയോ? ഇല്ലല്ലോ. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ പിന്നെ എന്താണ്? ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് മാത്രം വെച്ചിട്ടുള്ള ക്രോസിനെയാണ് ഇന്ന് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാൻ എളുപ്പല്ലേ? 2 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പാരന്റിന്റെ കേട്ടോ. ഓക്കെ, ഒരു പാരന്റിന്റെ തന്നെ 2 ട്രൈറ്റ്സ് ഉള്ളതാണെങ്കിൽ, ഒരു പാരന്റിന്റെ തന്നെ 2 ട്രൈറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അന്ന് നമ്മൾ നേരത്തെ മോണോഹൈബ്രിഡ് ക്ലോസിൽ എന്താ ചെയ്തത്? ടോൾ ആയിട്ടുള്ള ഒരു പാരന്റും ഡ്വാർഫ് ആയിട്ടുള്ള ഒരു പാരന്റിനെയാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഒരു ക്യാരക്ടർ ആയിരുന്നു ടോൾനെസ് എന്നുള്ള അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടറാണ് അവിടെ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഹൈറ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ക്യാരക്ടേഴ്സ് ഒരു ടൈമിൽ അറ്റ് എ ടൈം നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രോസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പനറ്റ് സ്ക്വയർ വരക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ചില ക്രോസ് ഒക്കെ ചെയ്യണമെങ്കിൽ പനറ്റ് സ്ക്വയർ വേണം, അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇതേപോലെ വരകൾ വരച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം ഇവിടെയാണ് വരുന്നത്. പനറ്റ് സ്ക്വയർ ഒക്കെ എല്ലാവരും വരക്കാൻ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. ഞാൻ ജസ്റ്റ് പറയാം എന്തായാലും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മെന്റലിന്റെ എക്സ്പെരിമെന്റ് ആട്ടോ. മെന്റൽ അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാ. മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്തു കിട്ടി, മെന്റലിന് കാര്യം മനസ്സിലായി. 3:1 റേഷ്യോ, ഫിനോടൈപ്പിക് റേഷ്യോ വരുന്നത് 3:1 ആണ്. ജീനോടൈപ്പിക് റേഷ്യോ വരുന്നത് 1:2:1 ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ മെന്റൽ വിചാരിച്ചു നമ്മൾ ഒരു ട്രൈറ്റിനെ മാത്രമേ അപ്പൊ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. മെന്റൽ ആകെ നോക്കുന്ന ഇതാണ്, പാരന്റ് ടോൾ ആണോ ഡ്വാർഫ് ആണോ, അതേപോലെ ഓഫ് സ്പ്രിങ് ടോൾ ആണോ ഡ്വാർഫ് ആണോ, അങ്ങനെ ഹൈറ്റ് മാത്രം ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് എന്തായിരുന്നു? അപ്പൊ മെന്റൽ വിചാരിച്ചു എന്നാ ഇനി 2 ക്യാരക്ടേഴ്സ് 2 ട്രൈറ്റ്സ് എടുക്കാം. അപ്പം അത് വെച്ചിട്ടൊന്ന് ക്രോസ് ചെയ്യാന്ന് മെന്റൽ വിചാരിച്ചു. അപ്പൊ ഇനി മെന്റലിന് എന്തായിരിക്കും കിട്ടുക അല്ലെ? എന്താ നോക്കാം നമുക്ക്. അപ്പൊ അതിനകത്ത് മെന്റൽ എടുത്ത ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രൈറ്റ്സ് എന്തായിരുന്നു അറിയോ?
സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും. ഓക്കെ, സീഡ് അതായത് പയറുചെടി ആണല്ലോ, അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും, സീഡ് ഉണ്ടാവും അല്ലെ. പയറിന്റെ ഉള്ളില് ചെറിയ മറ്റേ പീ പ്ലാന്റിന്റെ ഒക്കെ പോലെ ആണ്, അതായത് ഗാർഡൻ പീ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഒരു പീ പ്ലാന്റ് നമുക്ക് അറിയാലോ, അതിനകത്ത് എന്താണ്, സീഡ് ഉണ്ടാവും അല്ലെ. ആ സീഡിനെയാണ് മെന്റലി എടുത്തിട്ടുള്ളത്. സീഡ് എന്താവാം, സീഡിന്റെ ഷേപ്പ് ഉണ്ട്, അതേപോലെ സീഡിന്റെ കളറും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് മെന്റൽ എടുത്ത ട്രൈറ്റുകൾ. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസിൽ മെന്റൽ എടുത്തിട്ടുള്ള ട്രൈറ്റുകൾ സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും ആണ്. ഓക്കെ, ഇനിയിപ്പോ സീഡിന്റെ ഷേപ്പ് എങ്ങനെയൊക്കെ ആവാന്നാണ്. സീഡിന്റെ ഷേപ്പ് റൗണ്ട് ആവാം, റിങ്കിൾഡ് ആവാം. റൗണ്ട് ആവാം, റിങ്കിൾഡ് ആവാം. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ ആയിട്ട് നമുക്കറിയാം, റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല റൗണ്ട് ആയിട്ടുള്ള ആളായിരിക്കും. റിങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ചുളുങ്ങി ഇങ്ങനെ ചുളിവൊക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ് റിങ്കിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീഡ്. പീ പ്ലാന്റിന്റെ സീഡുകൾ, റൗണ്ട് ആയിട്ടുള്ള സീഡുള്ള പീ പ്ലാന്റും മെന്റൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിങ്കിൾഡ് ആയിട്ടുള്ള സീഡുള്ള പീ പ്ലാന്റിനും മെന്റൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഒരു ട്രൈറ്റ് ആയിട്ട് എടുത്തു. അടുത്ത ട്രൈറ്റ് എന്താ, സീഡിന്റെ കളറാ, യെല്ലോയും ഗ്രീനും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള കണ്ടില്ലേ, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ ഗ്രീൻ. ഇതെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീനും യെല്ലോയും ആണ് കളറ്. ഫസ്റ്റിലുള്ളത് ഇതിനകത്ത് ഫസ്റ്റിലുള്ളത് എന്താണ്, റൗണ്ട് ഗ്രീൻ. ഓക്കെ, റൗണ്ട് ഗ്രീൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് റിങ്കിൾഡ് ഗ്രീൻ. ഓക്കെ, ഷേപ്പ് മാറി, റിങ്കിൾഡ് ആയി. കളർ സെയിം ആണ്, റിങ്കിൾഡ് ഗ്രീൻ. ഓക്കെ, ആദ്യം റൗണ്ട് ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ റിങ്കിൾഡ് ഗ്രീൻ ഉണ്ടായിരുന്നു, റൗണ്ട് യെല്ലോ ഉണ്ടായിരുന്നു, പിന്നെ റിങ്കിൾഡ് യെല്ലോ. ഓക്കെ, ഇപ്പൊ 4 ടൈപ്പ് സീഡുകൾ പരിചയപ്പെട്ടല്ലോ അല്ലെ. ഈ 4 ടൈപ്പ് സീഡുകളും വെച്ചിട്ടാണ് ഉള്ളതാണ് അടുത്ത ക്രോസ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെന്റൽ എടുത്ത ട്രൈറ്റ്സ്. ഇതൊക്കെയാണ് സീഡിന്റെ ഷേപ്പ്, സീഡിന്റെ കളർ. ഷേപ്പിനകത്ത് വരുന്നത് റൗണ്ട് ഷേപ്പ് ഉള്ളതുണ്ട്, റിങ്കിൾഡ് ഷേപ്പ് ഉള്ളതുണ്ട്. സീഡിന്റെ കളർ ആകുമ്പോൾ യെല്ലോ കളർ ഉള്ളതുണ്ട്, ഗ്രീൻ കളർ ഉള്ളതുണ്ട്. ഓക്കെ, ഇതാണ് മെന്റൽ എടുത്തിട്ടുള്ള അടുത്ത ക്രോസിന് അല്ലെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിന് വേണ്ടിയിട്ടുള്ള ട്രൈറ്റുകൾ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ നോക്കാം അല്ലെ. ഓക്കെ, ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമുക്ക് ഗമീറ്റ് ഫോം ചെയ്യുന്നതും ഓരോ അലീൽസും ഗമീറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളും എല്ലാം അറിയാലോ അല്ലെ. സോ അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് പഠിക്കാൻ സിമ്പിൾ ആണ്, രസമായിരിക്കും. ഇപ്പൊ നമുക്ക് ക്രോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്കും, ആ ഒരു ക്രോസ് ചെയ്താലോ അതെങ്ങനെയായിരിക്കും വരിക അല്ലെ. നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ വേണ്ടേ മെന്റലിന്റെ പോലെ. സോ ഡൈഹൈബ്രിഡ് ക്രോസിൽ പറഞ്ഞു റൗണ്ട് യെല്ലോ ആയിട്ടുള്ളതാണ് ഒരു സൈഡ് പാരന്റ്. ഓക്കെ, ഫസ്റ്റ് മെന്റൽ എടുത്തിട്ടുള്ള പാരന്റ് എന്താണ്, റൗണ്ട് യെല്ലോ പാരന്റിനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പാരന്റ് ആണ് റിങ്കിൾഡ് ഗ്രീൻ. പിന്നെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷേപ്പ് റിങ്കിൾഡ് എന്ന് പറഞ്ഞ ഷേപ്പിന് ഡോമിനന്റ് ആണ്. അതെ, ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ് മറന്നിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 അലീൽസ് ഉണ്ട്. റൗണ്ടിന്റെ കേസ് എടുക്കുക, റൗണ്ട് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വന്നു കഴിഞ്ഞാൽ ആ സീഡ് എന്തായിരിക്കും, റൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ ആറും വന്നു കഴിഞ്ഞാലും ആ സീഡ് റൗണ്ട് ആയിരിക്കും. കാരണം ഈ 6 അലീൽ എന്താ, ഡോമിനന്റ് ആണ്, ഡോമിനന്റ് അലീലാണ്. റൗണ്ട്നെസ് എന്നുള്ള ക്യാരക്ടർ, ഈ റൗണ്ട്നെസ് എന്നുള്ള ക്യാരക്ടർ എന്താ, ഡോമിനന്റ് ആണ്. ഓക്കെ, അപ്പം ഒരു ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിലും സീഡ് റൗണ്ട് ആയിരിക്കും. റിങ്കിൾഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, 2 സ്മോൾ ആർ ഉണ്ടെങ്കിൽ മാത്രമാണ് റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ അതാണ് ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ്. അതായത് അപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ റിങ്കിൾഡ് സീഡിനേക്കാൾ അല്ലെങ്കിൽ റിങ്കിൾഡ് ഷേപ്പിനേക്കാളും ഡോമിനന്റ് ആണ്. അപ്പൊ റിങ്കിൾഡ് സീഡ് വരണം എന്നുണ്ടെങ്കിൽ 2 സ്മോൾ ആർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിങ്കിൾഡ് സീഡ് എന്ന് എഴുതുള്ളൂ. ഓക്കെ, 2 സ്മോൾ ആർ ആണെങ്കിലാണ് റിങ്കിൾഡ് ആവുന്നത്. ഒരു ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ആണ്. 2 ക്യാപിറ്റൽ ആർ ആയിട്ട് മൊസൈഗസ് കണ്ടീഷൻ ആണെങ്കിലും അത് റൗണ്ട് ആയിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ കളറിലും ഡോമിനൻസ് ഉണ്ട്. കളറിൽ ആരാ ഡോമിനന്റ് എന്നറിയോ, യെല്ലോ കളറാണ് ഡോമിനന്റ്. യെല്ലോ കളർ ഗ്രീൻ കളറിനേക്കാൾ ഡോമിനന്റ് ആണ്. അതായത് ഒരു ക്യാപിറ്റൽ വൈ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ക്യാപിറ്റൽ വൈ വെച്ചിട്ടാണ് യെല്ലോനെ റെപ്രസെന്റ് ചെയ്യുന്നത്, യെല്ലോ കളർ. അപ്പൊ ക്യാപിറ്റൽ വൈ, ഒരു ക്യാപിറ്റൽ വൈ ഉണ്ടെങ്കിൽ അത് യെല്ലോ ആയിരിക്കും. 2 ക്യാപിറ്റൽ വൈ ഉണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും. പിന്നെ ഒരു ക്യാപിറ്റൽ വൈ മീൻസ് ഒരു സ്മോൾ വൈയും കൂടി ഉണ്ടാവും അതിന്റെ കൂടെ. അതേപോലെ സ്മോൾ വൈ, 2 സ്മോൾ വൈ വന്നാൽ മാത്രമേ സീഡ് ഗ്രീൻ ആവുള്ളൂ. ഓക്കെ, സീഡ് ഗ്രീൻ ആവണമെങ്കിൽ എന്ത് വേണം, 2 സ്മോൾ വൈ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹോമോസൈഗസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് എന്തായാലും റിങ്കിൾഡ് ഗ്രീൻ പറഞ്ഞിട്ടുള്ളത് ഒരു റെസസീവ് കണ്ടീഷൻ കാണിക്കുന്ന ആളാണ്. ഓക്കെ, റെസസീവ് ആയിട്ടുള്ള ഒരാളാണ്. അതെന്തായാലും ഹോമോസൈഗസ് കണ്ടീഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുക. 2 ക്യാരക്ടേഴ്സും റെസസീവ് ആണ്. റിങ്കിൾഡ് എന്നുള്ളത് റെസസീവ് ആണ്, ഗ്രീൻ എന്നുള്ളതും റെസസീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണെങ്കിലും അത്
നമ്മൾ ഹോമോസൈഗസ് കണ്ടീഷനിൽ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അടുത്തത് റൗണ്ട് യെല്ലോ ആണ്. അത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇങ്ങനെ ഇപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇത് വേണമെങ്കിൽ ഇതെന്താണ്, ഇത് റൗണ്ട് യെല്ലോ തന്നെയാണ് അല്ലേ, റൗണ്ട് യെല്ലോ തന്നെയാണ് ഇത് പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹോമോസൈഗസ് ആണ്. രണ്ടും ക്യാപിറ്റൽ ആർ അതേപോലെ രണ്ടും ക്യാപിറ്റൽ വൈ എന്നുള്ള രീതിയിലുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള പാരന്റിനെയാണ് നമ്മൾ ക്രോസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാരന്റിനെ എടുത്തിട്ടുണ്ട്, റൗണ്ട് യെല്ലോ അതേപോലെ തന്നെ റിങ്കിൾഡ് ഗ്രീൻ എന്നുള്ള പാരന്റ്. ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗമീറ്റ് ഫോർമേഷൻ കണ്ടില്ല ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ ആർ എന്നുള്ളത് ഒരു ജീനിന്റെ അലീലാണ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ വൈ എന്നുള്ളത് വേറൊരു ജീനിന്റെ രണ്ട് അലീൽസ് ആണ്. അപ്പം ഒരു ജീനിന്റെ ഒരു അലീലെ ഗമീറ്റിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ആർ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, അതേപോലെ ഒരു ക്യാപിറ്റൽ വൈയും ആണ് ഗമീറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ പറയില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജീനിന്റെ ഒരു അലീല് ഗമീറ്റിനകത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും ഉണ്ട്, രണ്ട് അലീൽസ് ആണ് ഉള്ളത്. പക്ഷെ രണ്ടും രണ്ട് ഡിഫറെന്റ് ജീൻസിന്റെ അലീൽസ് ആണ്, അത് മറക്കരുത്. രണ്ടും രണ്ട് ഡിഫറെന്റ് ജീൻസിനകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനാണ്, ക്യാപിറ്റൽ ആർ. ഇത് രണ്ടും ഈ ജീനിനകത്തുള്ള ഒരു അലീൽസ് ആണ്. അതിനകത്തുള്ള ഈ ഒരു ആറ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ വൈ എന്നുള്ളത് വേറൊരു ജീനാണ്, അതിനകത്തുനിന്ന് ഒരു അലീലായിട്ടുള്ള ക്യാപിറ്റൽ വൈ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഗമീറ്റിൽ വേറെ ഒരുപാട് ജീൻസിന്റെ ഒക്കെ ഒരുപാട് അലീൽസ് ഉണ്ടാവും. പക്ഷെ എല്ലാ ജീനിനകത്തൊന്നും ഓരോ അലീൽസ് വീതാണ് ഈ ഗമീറ്റ്സിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നുള്ള ഗമീറ്റിനെ കിട്ടിയിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സ്മോൾ ആർ സ്മോൾ വൈ എന്നുള്ള ഒരു ഗമീറ്റിനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ജീനോടൈപ്പ് സ്മോൾ ആർ സ്മോൾ വൈ എന്നാണ്. അതിനകത്തുനിന്ന് ഓരോ ജീനിൽ നിന്നും ഓരോ അലീൽസ് വീതം വന്നിട്ട് സ്മോൾ ആർ സ്മോൾ വൈ എന്നുള്ള ഒരു ഗമീറ്റിനെ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവരെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ക്രോസ് ചെയ്യിപ്പിച്ചു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നുള്ള ഒരു ഗമീറ്റ് അലീൽസ് ഉള്ള ഒരു ഗമീറ്റും സ്മോൾ ആർ സ്മോൾ വൈ എന്നുള്ള അലീൽസ് ഉള്ള ഒരു ഗമീറ്റും അവരെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നുള്ള ഒരു അതാണ് F1. ഓക്കെ, ഇതാണ് F1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, F1 ഇതെന്തായിരിക്കും, ഇതിന്റെ ഫീനോടൈപ്പ് എന്താ അല്ലെ, ഇതിന്റെ ഫീനോടൈപ്പ് നമുക്ക് അറിയാം അല്ലെ. ഒരു ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ പോലും അത് യെല്ലോ അല്ല, റൗണ്ട് ആണ്, റൗണ്ട് ഷേപ്പിലേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സീഡ് റൗണ്ട് സീഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, റൗണ്ട് സീഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്താണ്, ഒരു ക്യാപിറ്റൽ വൈ ഉണ്ടെങ്കിൽ പോലും സീഡിന്റെ കളർ എന്താണ്, യെല്ലോ. ഓക്കെ, യെല്ലോ. അപ്പൊ എന്താണ്, യെല്ലോ ആയിട്ടുള്ള റൗണ്ട് ആൻഡ് യെല്ലോ ആയിട്ടുള്ള, അതായത് പാരന്റിനെ പോലെ ഡോമിനന്റ് പാരന്റ് ആയിരുന്നു റൗണ്ട് യെല്ലോ ഉള്ളത്. ആ ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റിന്റെ അതേപോലെയുള്ള ഒരു ഓഫ് സ്പ്രിങ്ങിനെയാണ് നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ F1 ജനറേഷനിൽ കിട്ടിയത് സെയിം ആണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്, ഫീനോടൈപ്പിൽ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ജീനോടൈപ്പിൽ എന്താ ഡിഫറൻസ് ഉള്ളത്, ഇതിനകത്ത് സ്മോൾ ആർ സ്മോൾ വൈ കൂടി ഉണ്ട്. പക്ഷെ അവര് റെസസീവ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കറിയില്ല, അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അവിടെ ഉണ്ട്. പക്ഷെ ഹെട്രോസൈഗസ് ആയിട്ടുള്ളതാണ്. പാരന്റ് ഹോമോസൈഗസ് ആയിരുന്നു, പക്ഷെ ഈ ഒരു ഓഫ് സ്പ്രിങ് വന്നപ്പം ഹെട്രോസൈഗസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, നമ്മൾ സെൽഫ് ക്രോസിങ് ചെയ്യാണ്. നമ്മൾ F1 വെച്ചിട്ട് സെൽഫ് ആയിട്ട് ക്രോസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്ത, ഒരു ട്രൈറ്റ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോഴും നമ്മൾക്ക് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫീനോടൈപ്പ് ഡോമിനന്റ് പാരന്റ് ആയിട്ടുള്ള ടോളിന്റെ പോലെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് എന്താ, നമ്മൾ രണ്ട് ട്രൈറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോഴും പക്ഷെ F1 വന്നത് ഡോമിനന്റ് പാരന്റിന്റെ അതേ ഫീനോടൈപ്പിലായിരുന്നു ഈ ഒരു ഓഫ് സ്പ്രിങ് വന്നിട്ടുണ്ടായത്. പക്ഷേ അതിന്റെ ജീനോടൈപ്പ് ഇതേപോലെ ഹെട്രോസൈഗസ് ആയി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഹെട്രോസൈഗസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെ വെച്ചിട്ട് ക്രോസ് ചെയ്യാം. ഈ ഒരു F1 ആൾക്കാരെ തന്നെ സെൽഫായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്. ഓക്കെ, F1 സെൽഫ് ചെയ്യാൻ പോവാണ്. ക്യാപിറ്റൽ ആർ എന്തൊക്കെയാണ് പാരന്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ, എന്തൊക്കെയാണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നുള്ളതാണ് പാരന്റ്സ്. ഇതിനകത്തുനിന്ന് ഗമീറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ ചെയ്യാ, ഓരോ അലീൽസ് അല്ലെ, ഓരോ ജീനിന്റെയും ഓരോ അലീൽസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പം ഈ ആർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിന്റെ ജീന്
രണ്ട് അലീൽസ് ആണ് റൗണ്ട് റിങ്കിൾഡും. അപ്പൊ അത് ഒരെണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ജീനിന് രണ്ട് അലീൽസ് ഉണ്ട്, യെല്ലോയും ഗ്രീനും, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അപ്പൊ ഓരോന്നിൽ നിന്നും ഓരോ അലീൽസ് വീതം വരാം. ഓക്കെ, ഓരോന്നിൽ നിന്നും ഓരോ അലീൽസ് വീതം വരാം. അതായത് ഇപ്പം ഈ ക്യാപിറ്റൽ ആറിന്റെ കൂടെ ആർക്കൊക്കെ വരാം? ക്യാപിറ്റൽ വൈക്കും വരാം, സ്മോൾ വൈക്കും വരാം. അപ്പൊ അങ്ങനെ രണ്ടെണ്ണം ഇതാണ്ടില്ലേ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗമേറ്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ സ്മോൾ ആറിന്റെ കൂടെ ആർക്കൊക്കെ വരാം? സ്മോൾ ആറിന്റെ കൂടെ ക്യാപിറ്റൽ വൈക്കും സ്മോൾ വൈക്കും വരാം. കണ്ടില്ലേ, സ്മോൾ ആറിന്റെ കൂടെ ക്യാപിറ്റൽ വൈ, സ്മോൾ ആറിന്റെ കൂടെ സ്മോൾ വൈ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു അലീലിനെ എടുക്കുക, അതിന്റെ കൂടെ മറ്റേ ജീനിൽ നിന്നുള്ള വേറെ ഏതൊക്കെ അലീൽസിന് വരാം? മറ്റേ ജീനിന് രണ്ട് അലീൽസ് ആണുള്ളത്, അതുകൊണ്ട് വേറെ ആ രണ്ടു പേർക്ക് കൂടി വരാം. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ആറിന്റെ കൂടെ ക്യാപിറ്റൽ വൈക്കും സ്മോൾ വൈക്കും വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കമ്മിറ്റ്സ് ചെയ്ത് ക്യാപിറ്റൽ ആറും അതിന്റെ കൂടെ ക്യാപിറ്റൽ വൈ എഴുതാം, പിന്നെ ക്യാപിറ്റൽ ആറും അതിന്റെ കൂടെ സ്മോൾ വൈ എഴുതാം. അങ്ങനെ രണ്ട് കമ്മിറ്റ്സ് കിട്ടും. പിന്നെ അടുത്തൊരു അലീലുണ്ടല്ലോ, ക്യാപിറ്റൽ ആറിന്റെ കൂടെ തന്നെ ഉള്ള ഒരു അലീല് സ്മോൾ ആർ ആണ്. സ്മോൾ ആറിനുള്ള അലീലിന്റെ കൂടെ ആർക്കൊക്കെ വരാം? ക്യാപിറ്റൽ വൈക്ക് വരാം, സ്മോൾ വൈക്കും വരാം. അപ്പൊ സ്മോൾ ആറും ക്യാപിറ്റൽ വൈയും എഴുതാം, സ്മോൾ ആറും സ്മോൾ വൈയും എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഗമീൻസിനെ എഴുതുന്നത്. കണ്ടില്ലേ, രണ്ടാളും സെയിം ആണ്, രണ്ട് പാരന്റ്സും സെയിം ആയതുകൊണ്ട് നമ്മൾ രണ്ടാളെ ഗമീറ്റ്സും സെയിം ആയിരിക്കും. ഇനിയിപ്പോ ഇത്രയും ഗമീറ്റ്സ് ഉണ്ട് അല്ലെ? ഒരു പാരന്റിന് 4 ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ആണുള്ളത് അല്ലെ? നമ്മൾ നേരത്തെ മോണോഹൈബ്രിഡ് ചെയ്തപ്പോ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പാരന്റിന് 2 ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഗമീറ്റും ഒരു സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഗമീറ്റും. അത് നമ്മൾ എന്ത് ചെയ്തു? ലൈൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ക്രോസ് ഒക്കെ ചെയ്ത് നമ്മൾക്ക് പെട്ടെന്ന് ഓഫ്സ്പ്രിങ്ങിനെയൊക്കെ കിട്ടില്ലേ? പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എത്ര ലൈൻസ് വരക്കേണ്ടി വരും? നമ്മൾ നോക്കി ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, എത്ര ലൈൻ? നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇത് ഏതാണ്, ആരാണ് പാരന്റ്, ഏതാണ് ഓഫ്സ്പ്രിങ് എന്ന് നമുക്ക് മനസ്സിലാവാണ്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പന്നറ്റ് സ്ക്വയർ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് പന്നറ്റ് സ്ക്വയർ നമുക്കുള്ളത്. പന്നറ്റ് സ്ക്വയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരാണ് റെജിനാൾഡ് സി പന്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആളുടെ പേരിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഈ സ്ക്വയറിന് അങ്ങനെ പേരിട്ടിട്ടുള്ളത്, പന്നറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചെക്കർ ബോർഡ് എന്നൊക്കെ പറയും കേട്ടോ, ചെക്കർ ബോർഡ്, പന്നറ്റ് സ്ക്വയർ എന്നൊക്കെ പറയും. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പന്നറ്റ് സ്ക്വയർ തന്നെയാണ്. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പന്നറ്റ് സ്ക്വയർ വരക്കുന്നത്. അപ്പൊ പന്നറ്റ് സ്ക്വയർ വരക്കാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് പറയാം. അപ്പോൾ ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോ റോസ് ആൻഡ് കോളംസ് വരച്ചിട്ട് അതിനകത്ത് ഫസ്റ്റിലുള്ള ആ ഒരു കോളം ഉണ്ടല്ലോ, ഫസ്റ്റിലുള്ള കോളത്തിൽ നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിലിനെ മാർക്ക് ചെയ്യണം. അതായത് മിക്കവാറും ഒരു പാറ്റേൺ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ ഞാൻ ശീലിച്ചു പോന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡയഗണൽ ലൈൻസ് വരച്ചിട്ട് മെയിൽ ഈ ഒരു റോസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, മെയിൽ ഇങ്ങനെ റോസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ ഫീമെയിലിനെ താഴെ കോളംസിൽ കൊടുക്കാന്നുള്ള അങ്ങനെ ഒരു പാറ്റേണിലാണ് ഞാൻ എഴുതി വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫീമെയിലിനെ കൊടുക്കാം. ഞാൻ ഈ മെയിലിനെ കൊടുത്ത സ്ഥലത്ത് അതിന് പകരമായിട്ട് ഫീമെയിലിനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അവിടെ എഴുതുമ്പോൾ ആ ഒരു റോസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫീമെയിലിന്റെ ഗമേറ്റ്സിനെ വേണം എഴുതാൻ. അതായത് ഇവിടെ ആരാണോ ഉള്ളത് അവരുടെ ഗമേറ്റ്സിനെ ഫുള്ളായിട്ട് ഇവിടെ എഴുതണം. അതേപോലെ തന്നെ താഴെ ഇവിടെ ആരാണോ ഉള്ളത്, അതായത് ഇപ്പൊ ഇവിടെ മെയിലോ ഫീമെയിലോ ഒക്കെ ആയിരിക്കുമല്ലോ ഡയഗണൽ ലൈൻ വെച്ചിട്ട്, അവിടെ ആരാണുള്ളത് ആളുടെ ഗമേറ്റ്സ് ആയിരിക്കും ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടത്. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് നോക്കി എഴുതാണ്, കോപ്പി പേസ്റ്റ്. ഓക്കെ, ഫുള്ളായിട്ട് നോക്കുന്നു എഴുതുന്നു അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഇത്രയും ഫസ്റ്റിലെ ഈ ഒരു റോ ആൻഡ് കോളം ഇത് എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ഇത്രയും കാര്യം എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും അറിയോ? നിങ്ങൾക്ക് പിന്നെ ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ക്രോസ് ചെയ്തതും ഓഫ് സ്പ്രിങ്ങും എല്ലാം നമുക്ക് കറക്റ്റ് കിട്ടണം. പക്ഷെ ഈ ഒരു സംഭവം ഇത്രയും കാര്യം നമ്മൾ സ്വന്തമായിട്ട് എഴുതണം, നല്ല കറക്റ്റ് ആയിട്ട് എഴുതണം. അതേപോലെ ഗമീറ്റ്സിനെ എഴുതുമ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ ജീനിൽ നിന്നും ഓരോ അലീൽസ് ഓരോ ഗമീറ്റിൽ എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റിസൾട്ട് നമ്മൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇനി പറയാനുള്ളത് എങ്ങനെയാണ് ഇത് ക്രോസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്രോസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്? അപ്പൊ ഇതിനകത്ത് ഫസ്റ്റിലെ ഈ ഒരു കോളം നോക്കാം. ക്യാപിറ്റൽ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ പോവാം. ക്യാപിറ്റൽ ആർ ഈ ഗമീറ്റ് ഇതിനോട് ക്രോസ് ചെയ്യാനുള്ള
ഗമീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. നമ്മൾ ഇവരെയാണ് ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇനി അടുത്ത ആള് ഈ ഒരു ഗമീറ്റും പിന്നെ ഈ ഒരു ഗമീറ്റും ഇവര് ജോയിൻ ചെയ്യിക്കും. ഇവിടെ എന്താ ഉള്ളത്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അത് നമ്മൾ അതേപോലെ എഴുതാം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഓക്കെ. പിന്നെ അടുത്തതിൽ അതേപോലെ തന്നെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ഇതിന് അടുത്ത ആളെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഓക്കെ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ അങ്ങനെ ആയിരിക്കും ഇത് എഴുതുക. ഓക്കെ. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഇത് നോക്കി ഇങ്ങനെ എഴുതിയാൽ മതി ഓരോ ഗമേറ്റ്. ആദ്യം നമ്മൾ ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഗമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നുള്ള ഫസ്റ്റിലെ ഗമേറ്റ് ആയിരുന്നു. അതിന് നമ്മൾ ഈ മുകളിലുള്ള എല്ലാ ഗമേറ്റിന്റെ കൂടെയും നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുക. അതിനകത്ത് നിന്ന് വരുന്നത് എന്താണോ അത് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ പകർത്തി എഴുതിയാൽ മതി. ഓക്കെ. അങ്ങനെ എഴുതാം. ക്യാപിറ്റൽ ആർ ഇപ്പൊ ഏറ്റവും ലാസ്റ്റിലേത് നോക്കാം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈനെ കൊണ്ട് സ്മോൾ വൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ കോളം എല്ലാം ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാം. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് നോക്കാം. റൗണ്ട് ആൻഡ് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ. നിങ്ങൾക്ക് അതിന്റെ ജീനോടൈപ്പ് അറിയാലോ. ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു റൗണ്ട് യെല്ലോനെ കൺസിഡർ ചെയ്യാം. അതേപോലെ ഒരു റിങ്കിൾഡ് ഗ്രീനും കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഗമീറ്റ്സ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ F1 കിട്ടും. F1 കിട്ടിയിട്ട് അതിന്റെ ഗമീറ്റ്സിന് എഴുതുക. അതിനുശേഷം ഈ ഒരു പന്നറ്റ് സ്ക്വയർ എല്ലാവരും നിർബന്ധമായിട്ടൊന്ന് വരച്ച് നോക്കേണ്ടതാണ്. ഓക്കെ. അങ്ങനെ നമുക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഇവരെ ഫീനോടൈപ്പ് എന്താ നോക്കാം അല്ലെ. നമുക്കിപ്പോ ജീനോടൈപ്പ് എല്ലാവരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫീനോടൈപ്പ് എന്താ നോക്കാം. ഫീനോടൈപ്പ് എങ്ങനെയാ നോക്കുന്നത്? നേരത്തെ എന്താ പറഞ്ഞത്? ഇവിടെ ആരാ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ? ഇവിടെ ഡോമിനന്റ് ട്രൈറ്റ് ആരാണ്? റൗണ്ടും അതേപോലെ തന്നെ യെല്ലോയും അല്ലെ. റൗണ്ടും യെല്ലോയും ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കണം ക്യാപിറ്റൽ ആർ എവിടേക്കാണുള്ളത് നോക്കാം. ക്യാപിറ്റൽ ആർ ഉള്ളത് എന്തായിരിക്കും? അത് റൗണ്ട് ആയിരിക്കും. ഓക്കെ. ക്യാപിറ്റൽ ആർ ഒരു ക്യാപിറ്റൽ ആർ ആണുള്ളതെങ്കിലും അത് റൗണ്ട് ആയിരിക്കും. അത് ഈ വൈ അത് ബാധിക്കുന്നില്ല. വൈ ഇപ്പം സ്മോൾ വൈ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ടാവും. ഇതുണ്ടല്ലേ, ഒരു ക്യാപിറ്റൽ ആർ മാത്രം ഉള്ളത്, പിന്നെ ഒരു സ്മോൾ ആർ ആണ്, പിന്നെ 2 സ്മോൾ വൈ ആണുള്ളത്. വൈ എന്താണ് എന്നുള്ളത് ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ആർ ഉള്ളതൊക്കെ റൗണ്ട് ആയിരിക്കും. ഇത് ക്യാപിറ്റൽ ആർ ഉണ്ട്, അതുകൊണ്ട് റൗണ്ട് ആണ്. പക്ഷെ ക്യാപിറ്റൽ വൈ ഇവിടെ ഇല്ല, അതുകൊണ്ട് 2 സ്മോൾ വൈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ. അപ്പൊ നമുക്ക് റൗണ്ട് ഗ്രീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഫീനോടൈപ്പ് നോക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ആർ ഉള്ളതെല്ലാം റൗണ്ട് ആണെന്ന് ആദ്യം തീരുമാനിക്കുക. ഒരു ക്യാപിറ്റൽ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ റൗണ്ട് ആയിരിക്കും. അതെല്ലാം റൗണ്ട് ആണ്. ഇവിടെ ഫസ്റ്റിൽ കണ്ടോ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ റൗണ്ട് ആണ്. ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ഇവിടെയും അതന്നെ ഉണ്ടോ. ഇതെല്ലാം റൗണ്ട് ആണ്. ഇവിടെ പിന്നെ എവിടെയാണ് വരുന്നത്? സ്മോൾ ആർ ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെ മാത്രമാണ് ഇത്രയും ഇങ്ങനെ പോന്ന് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ മാത്രമാണ് നമുക്ക് സ്മോളർ വന്നിട്ടുള്ളത്. എന്താ റിങ്കിൾഡ് ആയിരിക്കും. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് പിന്നെ അടുത്ത് വൈന്റെ കാര്യമാണ്. ഓക്കെ. വൈന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈ ഇതേപോലെ തന്നെയാണ്. ഒരു ക്യാപിറ്റൽ വൈ ഉണ്ടെങ്കിൽ അത് യെല്ലോ ആയിരിക്കും. 2 സ്മോൾ വൈ ആയി കഴിഞ്ഞാൽ മാത്രം അത് ഗ്രീൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ എഴുതി നമുക്ക് എല്ലാരെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്? റൗണ്ട് യെല്ലോ ഉണ്ട്, റൗണ്ട് ഗ്രീൻ ഉണ്ട്, പിന്നെ റിങ്കിൾഡ് യെല്ലോ ഉണ്ട്, റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട് അല്ലേ. അത്രയും ഫിനോടൈപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പം ക്രോസ് ചെയ്ത പാരന്റ്സ് ഏതൊക്കെയായിരുന്നു? പാരന്റ്സ് റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും ആയിരുന്നു. നമ്മൾ ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് റൗണ്ട് യെല്ലോ തന്നെയായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് നോൺ പാരന്റൽ വെറൈറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇതിനകത്ത്. കാരണം നമ്മൾ ക്രോസ് ചെയ്ത പാരന്റ്സ് എന്തായിരുന്നു? റൗണ്ട് യെല്ലോ പാരന്റ് ആയിരുന്നു ഒന്ന്, പിന്നെ ഒരാള് റിങ്കിൾഡ് ഗ്രീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റൗണ്ട് ഗ്രീൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പാരന്റിനകത്ത് റൗണ്ട് ഗ്രീൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഉണ്ട്, റൗണ്ട് ഗ്രീൻ ഉണ്ട്. അതേപോലെ തന്നെ റിങ്കിൾഡ് യെല്ലോ ഇതൊക്കെ നോൺ പാരന്റൽ വെറൈറ്റിയാണ്. ഓക്കെ. ഇതൊക്കെ പാരന്റിന്റെ പോലെ അല്ലാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോ അങ്ങനെയാണ് ഈ ഒരു പനറ്റ് സ്ക്വയർ. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിലും നേരത്തെ പോലെ ഫീനോടൈപ്പ് റേഷ്യോ നോക്കാനുണ്ട്. ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് ആളുകളാണ്. എന്താണ്? 4 ടൈപ്പ് ഓഫ് ഓഫ് സ്പ്രിങ്സ് ആണ് നമ്മൾക്ക് F1 സെൽഫ് ചെയ്തപ്പോ കിട്ടിയിട്ടുള്ളത്. അതായത് F1 സെൽഫ് ചെയ്തിട്ട് ഓഫ് സ്പ്രിങ്സ് ഫോം ചെയ്തപ്പോ നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫ് സ്പ്രിങ്സ് ആണ് അതിനകത്ത് നിന്ന് വന്നിട്ടുള്ളത്.
അപ്പൊ അതിന്റെ ഫീനോടൈപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, പാരന്റ്സിന്റെ അതേപോലുള്ള ഓഫ് സ്പ്രിങ്സ് ഉണ്ടായിരുന്നു. അതായത് റൗണ്ട് ആൻഡ് യെല്ലോയും റിങ്കിൾഡ് ആൻഡ് ഗ്രീനും ഉള്ള സീഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ പോലെ അല്ലാത്ത മിക്സ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകളും ഉണ്ടായിരുന്നു. മിക്സ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളുകളും ഉണ്ടായിരുന്നു. അതായത് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് എങ്ങനെയാണ് ആ റേഷ്യോ വരുന്നത് നോക്കാം. ഇതിനകത്ത് മൊത്തം എത്ര ആളുണ്ടെന്നത് 16 ആണുള്ളത്. ഓക്കെ, 4x4 എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കോളാണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 16 ഓഫ് സ്പ്രിങ്സ് ആണുള്ളത്. അതിനകത്ത് ആരൊക്കെ എത്രയെല്ലാം നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പനറ്റ് സ്കോർ വരച്ചിട്ട് ഇതെല്ലാം ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ ഒരു സെയിം ഫീനോടൈപ്പിക് റേഷ്യോ വരുന്നുണ്ടോന്നൊന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ളത് റൗണ്ട് യെല്ലോ ഉണ്ട്, റൗണ്ട് ഗ്രീൻ ഉണ്ട്, റിങ്കിൾഡ് യെല്ലോ ഉണ്ട്, റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട്. ഇത്രയും 4 ഡിഫറെന്റ് ടൈപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എത്ര പേരുണ്ട്? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പനറ്റ് സ്ക്വയറിൽ വെച്ച് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റൗണ്ട് യെല്ലോ 9 പേരാണ്, റൗണ്ട് ഗ്രീൻ 3 ആണ്, റിങ്കിൾഡ് യെല്ലോ 3 ആണ്, റിങ്കിൾഡ് ഗ്രീൻ ഒരെണ്ണാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ റിങ്കിൾഡ് ഗ്രീൻ ആണ് ഇവിടെ കണ്ടില്ല, ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇതാണ് ആ ഒരു റേഷ്യോ, 9:3:3:1. ഇത് ഇങ്ങനെ തന്നെ പറയണം, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പം മെന്റലിന് കിട്ടിയിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 9:3:3:1 എന്നുള്ള ഒരു റേഷ്യോ ആണ് അത് കിട്ടിയത്, മെന്റലിന് കിട്ടിയത്. ഫീനോടൈപ്പിക് റേഷ്യോ ആണ്. പിന്നെ ജീനോടൈപ്പിക് റേഷ്യോ അതിനകത്തൊന്ന് പറയുന്നുണ്ട് 1:2:1:4:2:1:1. പക്ഷെ അത് ഇമ്പോർട്ടന്റ് അല്ല, അത് നോക്കണ്ട. പക്ഷെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫീനോടൈപ്പിക് റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ഏതൊരു ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള റേഷ്യോ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് മെന്റലി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, പിന്നെ പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം കൂടിയാണ്. ഇത് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തത് ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് വിത്ത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് അനദർ ജീൻ. അതായത് എന്താന്ന് വെച്ചാല് ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ്, ജീന് എങ്ങനെ ഏത് ഗമീറ്റ്സിലേക്ക് പോകണം, അതായത് അതിന്റെ ഒരു ഇൻഹെറിറ്റൻസ്, ഇപ്പം ആ ഒരു ജീന്, അതായത് ഇപ്പൊ റൗണ്ട് എന്നുള്ള ക്യാരക്ടറിനെ കൊടുക്കുന്ന ജീന് അല്ലെങ്കിൽ ആ ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അത് കളറിനോട് ഡിപ്പെൻഡന്റ് അല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു ക്രോസിനകത്ത് തന്നെ മനസ്സിലാവും അല്ലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താ, പാരന്റൽ ആൻഡ് നോൺ പാരന്റൽ വെറൈറ്റീസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. പാരന്റ്സിന്റെ അതേപോലെയുള്ളവരുണ്ടായിരുന്നു, പാരന്റ്സിന്റെ അല്ലാത്ത ഉള്ളവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പ്, സീഡിന്റെ ഷേപ്പ് ഓഫ് സ്പ്രിങ്സിലേക്ക് പോയത് മറ്റേ ആ ഒരു നമ്മൾ ഇതിന്റെ കൂടെ കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്താണ്? സീഡിന്റെ കളർ ആയിരുന്നു. സീഡിന്റെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ജീനാണ്, സീഡിന്റെ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ ജീനാണ്. അപ്പൊ സീഡിന്റെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ജീന് കളർ പ്രൊവൈഡ് ചെയ്യുന്ന ജീനിനായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ്. അതായത് ഇപ്പം റൗണ്ട് ആയ സീഡ്സ് എല്ലാം യെല്ലോ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ്സ് എല്ലാം ഗ്രീൻ ആയിരിക്കണമെന്നോ ഒരു നിർബന്ധമില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് വഴി മെന്റൽ മനസ്സിലാക്കിയ കാര്യം. ഈ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തിട്ടാണ് മെന്റലിന് ഈ ഒരു പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഒരു ജീന് പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് പോകുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് വേറൊരു ജീനിനും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ആ ഒരു ജീന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓഫ് സ്പ്രിങ്ങിലേക്ക് പോണത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ റൗണ്ട് എന്നുള്ള ഒരു ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ യെല്ലോ കളർ എന്നുള്ള ആ ഒരു ജീനും ആ ഒരു ഓഫ് സ്പ്രിങ്ങിലേക്ക് പോകുന്നുള്ള ഇല്ല. കാരണം നമുക്ക് റിങ്കിൾഡ് ആയിട്ടുള്ള യെല്ലോ ഉണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഗ്രീൻ കളർ ആയിട്ടുള്ള സീഡ് എല്ലാം റിങ്കിൾഡ് ആയിരിക്കണം എന്നില്ല. നമുക്ക് റൗണ്ട് ഗ്രീൻ സീഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഒരു ജീന് പോവണമെങ്കിൽ അത് പോവും. അത് ഒരു പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് ഒരു ജീന് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജീന് സ്വന്തമായിട്ട് അത് ഇൻഹെറിറ്റ് ചെയ്യും. വേറെ ജീൻസിന്റെ ഒന്നും ഇൻഹെറിറ്റൻസിന് അല്ലെങ്കിൽ വേറെ ജീൻസ് വന്നോ പോയോ, വേറെ ജീൻസ് വരുന്നില്ലേ, അതൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. അത് സ്വന്തമായിട്ട് അത് ഇൻഹെറിറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയുന്നത്. ആ ഒരു ഹെഡിങ് കിട്ടിയാൽ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് കാര്യം മനസ്സിലാവും. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഇസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് വിത്ത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് അനദർ ജീൻ. അപ്പൊ ഒരു ജീനിന് പോകണമെങ്കിൽ കൂട്ടിന് ആരും വേണ്ട. നമ്മളിപ്പം എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പം നമ്മൾ പറയും കൂട്ടിന് ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ ജീനുകൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് അങ്ങനെ കൂട്ടിന് ആരും വേണ്ട, അവര് സ്വന്തമായിട്ട് പോകും.
പക്ഷെ ഇത് പിന്നീട് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് ഇതിനകത്ത് തന്നെ പറയാനുണ്ട്. വേറൊരു കൈൻഡ് ഓഫ് ജെനറ്റിക്സ് ഉണ്ട്, മോഡേൺ ജെനറ്റിക്സ് അല്ലെങ്കിൽ മോർഗന്റെ ജെനറ്റിക്സ് വരുന്നുണ്ട്. അതിനകത്ത് മോർഗൻ പറയുന്നുണ്ട് ജീൻസിലും ചില ജീൻസ് ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അവർക്ക് അവരില്ലാണ്ട് എവിടെയും പോവില്ല, അവർ ഒരുമിച്ചേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ വരാനുണ്ട്. പക്ഷെ ഇപ്പൊ മെന്റൽ പറഞ്ഞ കാര്യം ഇതാണ്, ജീനുകള് എന്താണ് അവര് സ്വന്തമായിട്ട് ഇൻഹെറിറ്റ് ചെയ്യും. ഒരു ജീനിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീനിന് പാരന്റിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ വേറെ ജീനിന്റെ ആവശ്യമില്ല എന്നാണ് മെന്റൽ പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് മെന്റൽ പീ പ്ലാന്റ് എടുത്തത് മെന്റൽ വേറെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് എക്കണോമിക് ബെനിഫിറ്റ് ആണെങ്കിലും കൾട്ടിവേഷന്റെ ആ ഒരു ഈസിനെസ് ആണെങ്കിലും അതെല്ലാം നോക്കിയിട്ടാണ് അത് മെന്റൽ, പിന്നെ ലൈഫ് സൈക്കിൾ ഷോർട്ട് ആയതുകൊണ്ടൊക്കെയാണ് മെന്റൽ പീ പ്ലാന്റ് സെലക്ട് ചെയ്തത്. പക്ഷെ പീ പ്ലാന്റിൽ ഈ പറഞ്ഞിട്ടുള്ള ലിങ്കേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ജീൻസ് അങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കാതെ, അതായത് ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് വേറെ ജീനിനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജീൻസ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന ജീൻസ് മാത്രമായിരുന്നു പീ പ്ലാന്റിൽ ഉണ്ടായത്. അത് ശരിക്കും ഒരു ഭാഗ്യമായി, ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മെന്റൽ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു അല്ലെ. ചില ജീൻസ് ഒക്കെ സ്വന്തമായിട്ട് പോവും, ചില ജീൻസ് സ്വന്തമായിട്ട് പോവില്ല, വേറെ ജീനിന്റെ കൂടെ പോവുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് മെന്റൽ ശരിക്കും നമ്മൾ ഈ ഒരു പീ പ്ലാന്റിനെ തന്നെ സെലക്ട് ചെയ്തു. പീ പ്ലാന്റിനാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിനകത്ത് ജീൻസ് ഒന്നും ലിങ്ക്ഡ് അല്ല, എല്ലാ ജീൻസും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ മെന്റൽ പറഞ്ഞത് ശരിയാണല്ലേ, മെന്റൽ കണ്ടെത്തിയ കാര്യം അതാണ്. മെന്റൽ പറഞ്ഞത് എന്താ, എല്ലാ ജീനും സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയത് പീ പ്ലാന്റ് ആണ്, അതിനകത്ത് എല്ലാ ജീനും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ മെന്റൽ പറഞ്ഞത് എന്താ, വളരെ ശരിയാണ്. പിന്നീട് ഈ ഒരു എക്സ്പെരിമെന്റ്സ്, മെന്റലിന്റെ എക്സ്പെരിമെന്റ്സിന്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ മെന്റൽ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ വേറെയുള്ള സയന്റിസ്റ്റുകൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. എന്തായാലും മെന്റൽ തന്നെയാണ് ഈ ഒരു ബേസിക് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആള് മെന്റൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ മെന്റൽ എടുത്തിട്ടുള്ള ട്രൈറ്റുകളൊക്കെയാണ് ഇത്. ഈ ഡോമിനന്റ് ട്രൈറ്റ് ആൻഡ് റിസസീവ് ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് മെന്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എന്തിനാ പറയുന്നതെന്നല്ലേ, ഇതിപ്പോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മെക്കാനിസം ഓഫ് ഡോമിനൻസ് ആൻഡ് റിസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു ഇത്രയും നേരമായിട്ട് ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് മുതലേ പാർട്ട് 1 മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡോമിനന്റ് ആണ്, റിസസീവ് ആണ്. ഒരു ജീൻ ഇപ്പം ക്യാപിറ്റൽ ആർ റൗണ്ട് ആൻഡ് ഇപ്പം നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ കേസിന് പറയുകയാണെങ്കിൽ റൗണ്ട് യെല്ലോ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു റൗണ്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇപ്പൊ സീഡ്സ് ഉണ്ടാവുക ഒരു ക്യാപിറ്റൽ ആർ അലിയിൽ മതി, ഒരലിയിൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരു ക്യാപിറ്റൽ ആർ എന്നുള്ള ഒരു അലിയിൽ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അത് ഡോമിനന്റ് ആണ്. അത് ഡോമിനന്റ് ആയതുകൊണ്ട് ഒരു അലിയിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ആർ റൗണ്ട് ആണ്, ക്യാപിറ്റൽ ആറും റൗണ്ട് ആണ്. പക്ഷെ സ്മോൾ ആർ പൊസസീവ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഈ ഡോമിനൻസ്, എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതിന്റെ കെമിസ്ട്രി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഇത് ബേസിക്കലി എന്തായിരിക്കും ഇതിന്റെ റീസൺ എന്നൊക്കെ നമുക്ക് വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കാം അല്ലെ. ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ലേ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരലിയിൽ ഒരു പ്രത്യേകത, അത് ഡോമിനന്റ് ആണ്, അത് മറ്റേ അലിയിലിന്റെ എങ്ങനെയാണ് അത് ഡോമിനന്റ് ആവണം, മറ്റേ അലിനെ സപ്രസ് ചെയ്തിട്ടാണോ അതോ മറ്റേ അലിയിൽ എഫക്റ്റീവ് അല്ലായിട്ടാണോ അത് ഫങ്ഷണൽ അല്ലായിട്ടാണോ, എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം വെറുതെ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പൊ ഡോമിനന്റ് ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞുല്ലേ, ഇതിനകത്ത് സീഡിന്റെ ഷേപ്പ് ആവുമ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ളത് റൗണ്ട് ആണ്, റിങ്കിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് റെസസീവ് ആയിട്ടുള്ള ട്രൈറ്റ് ആണ്. സീഡിന്റെ കളർ നോക്കുമ്പോൾ യെല്ലോ ഡോമിനന്റ് ആണ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ റെസസീവ് ആണ്, പിന്നെ ഫ്ലവറിന്റെ കളർ ഡോമിനന്റ് ആയിട്ടുള്ളത് വയലറ്റ് ആണ്, പോഡ് ഷേപ്പ് ഫുൾ ആണ്. അങ്ങനെ അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ്, ഒരു 7 ക്യാരക്ടേഴ്സിനെയാണ് നമ്മളെ മെന്റല് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ഡോമിനന്റ് ആൻഡ് റെസസീവ് ട്രൈറ്റ്സ് ആണ് പല വരുന്നത്. അതേപോലെ തന്നെ അതിനെ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് ക്യാരക്ടേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റുകൾ. ഓക്കെ, ക്യാരക്ടേഴ്സിൽ സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആകുമ്പോൾ ടോളും ഡാർക്കും ആണ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് വരുന്നത്. ഫ്ലവർ കളർ ആകുമ്പോൾ വയലറ്റും വൈറ്റും ആണ്. ഫ്ലവറിന്റെ പൊസിഷൻ വരുമ്പോൾ ആക്സിയൽ ആൻഡ് ടെർമിനൽ. ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ഫ്ലവർ പൊസിഷൻ. ആക്സിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ആയിട്ട് ഉള്ള ഫ്ലവറിന്റെ ഫോർമേഷൻ. ഓക്കെ, ഫ്ലവറിന്റെ ഫോർമേഷൻ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. മറ്റേത് ടെർമിനൽ, ആ ഒരു അറ്റത്ത് മാത്രമായിട്ടായിരിക്കും ഫ്ലവർ ഉണ്ടാവുക, അതാണ് ആക്സിയൽ ആൻഡ് ടെർമിനൽ. ഓക്കെ, അങ്ങനെ കുറച്ച് ട്രൈറ്റ്സിനൊക്കെയാണ് നമ്മളെ മെന്റൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി എന്താണ്, എങ്ങനെയാണ് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ചില ട്രൈറ്റുകൾ എങ്ങനെയാണ്
ഡോമിനന്റ് ആവുന്നത്, ചിലോൽ എങ്ങനെയാണ് റെസസീവ് ആവുന്നത് എന്നാണ് ഇതിനകത്തുനിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അതായത് മെക്കാനിസം ഓഫ് ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ്. എല്ലാ ജീൻസും അവരുടെ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ച് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ജീൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളൊരു ജീൻ ഉണ്ട്, നമ്മളിപ്പോ ഒന്നും വേണ്ട, നമ്മളെ ഹെയറിന്റെ തന്നെ ഹെയർ കേളി ഹെയർ ആന്ന് പറഞ്ഞു. ഈ കേളി ഹെയർ വരുന്നത് ഒരു ജീൻ വഴിയാ. എന്നാൽ നേരിട്ട് എങ്ങനെയാണ് ജീന് നേരിട്ട് വന്നിട്ട് നമ്മൾ ഹെയർ കേൾ ചെയ്തിട്ട് തരികയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. നമ്മളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ജീന് അതിന്റെ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജീനിൽ എന്ത് ക്യാരക്ടർ ആണോ ഉള്ളത് അതിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ഈ ഒരു ഹെയർ കേളിങ്ങിന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഹെയറിന്റെ ഷേപ്പിന്റെ ഒരു ജീൻ ഉണ്ടാവും. ഓക്കെ, ഇതൊരു ഹെയർ ഷേപ്പിന്റെ ജീനാ വിചാരിക്കുക. ആ ജീൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻ നമുക്ക് വേണമെങ്കിൽ കെരാറ്റിൻ എന്ന് വിളിക്കാം. ഓക്കെ, കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനിന്റെ അളവാണ് നമ്മളെ മുടി എത്രമാത്രം ചുരുണ്ടതായിരിക്കണം അല്ലെങ്കിൽ എത്രമാത്രം നീണ്ടതായിരിക്കണം ഒക്കെ തീരുമാനിക്കണത്. ഓക്കെ, അങ്ങനെയാണുള്ളത്. അല്ലാതെ ജീന് നേരിട്ടിട്ടല്ല ചെയ്യുന്നത്, എല്ലാ ജീനും. ഓക്കെ, ഇനി എന്തൊരു ജീനിനെ കുറിച്ചിട്ട് പറയാമെന്നെങ്കിലും എന്താണെങ്കിലും ആ ഒരു ജീൻ അതിന്റെ ഒരു ഫീനോടൈപ്പിനെ കാണിക്കുന്നത്. ഇനിയിപ്പം സ്കിൻ കളർ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. സ്കിൻ കളർ ആണെങ്കിൽ എന്ത് ചെയ്യും അറിയോ? ഈ ഒരു ജീൻ എന്ത് ചെയ്യും? മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മെലാനിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. മെലാനിൻ എന്താ? ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അത് വെച്ചിട്ടേക്കും സ്കിൻ കളർ ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ആണെങ്കിൽ അത് നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നു. ജീൻ മീൻസ് അല്ല, അലീലാണെങ്കിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു അലീലുണ്ട്, അതിന് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു അലീലിന്റെ ഫീനോടൈപ്പ്, ആ അലീൽ എന്ത് ഫീനോടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീനോടൈപ്പ് നമ്മളെ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു അലീലിനെ അല്ലെങ്കിൽ ഒരു ജീനിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീനിന്റെ ഫീനോടൈപ്പ് അല്ലെങ്കിൽ എന്ത് ക്യാരക്ടർ ആണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് നമ്മൾക്ക് ഉള്ള ബോഡിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് ബേസിക്കലി ഉള്ള കാര്യം. അത്രേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞുള്ളൂ. അതായത് എല്ലാ ജീൻസും പ്രോട്ടീൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻസൈം ആയിരിക്കും, മിക്കവാറും പ്രോട്ടീൻ ആയിരിക്കും. പിന്നീടാണ് എൻസൈംസ് ഒക്കെ വരുന്നത്. അപ്പം പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുകൊണ്ടേയിരിക്കും മിക്കവാറും ജീൻസ് അവരെ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ ഡോമിനന്റ് ആൻഡ് റെസസീവ് കണ്ടീഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോമിനന്റ് ആയിട്ടുള്ള അലീൽ എന്ത് ചെയ്യുന്ന അറിയോ? ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഡോമിനന്റ് ആയിട്ടുള്ള അലീൽ എന്ത് ചെയ്യും? ഡോമിനന്റ് ആയിട്ടുള്ള അലീല് ക്യാപിറ്റൽ ടി, സ്മോൾ ടി എടുക്കാം, നമ്മളെ സ്ഥിരം ആള്. ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഡോമിനന്റ്. ഓക്കെ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അലീലാണ് ഇവിടെ ഡോമിനന്റ്. ഇയാൾ എന്ത് ചെയ്യും? ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്മോൾ ടി എന്ത് ചെയ്യും? പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ടിന്റെ ക്യാരക്ടറോടെ എക്സ്പ്രസ് ചെയ്യും. ചില കേസസിൽ ഈ സ്മോൾ ടി എന്ത് ചെയ്യും എന്നറിയോ? ചെറിയ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ചെറിയ കേസ് ഓഫ് പ്രോട്ടീൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതെന്തായിരിക്കും എന്നറിയോ? ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനൊക്കെയാണ്. പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഫങ്ഷണൽ ആവില്ല. ആ ഒരു ഫംഗ്ഷന് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രോട്ടീന് സ്മോൾ ടി പ്രൊഡ്യൂസ് ചെയ്യൂല. അങ്ങനെയും വരാം. എന്താണെങ്കിലും ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനന്റ് ആയിട്ടുള്ള അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു അലീലായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റെസസീവ് അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ സോറി ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. റെസസീവ് അലീൽ ഇവിടെ റെസസീവ് എന്നാണ്. ഓക്കെ, റെസസീവ് അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഡോമിനന്റ് അലീലിന്റെ തന്നെ ഒരു മ്യൂട്ടേറ്റഡ് വേർഷൻ. അതിന് ചെറിയ എന്തോ കുഴപ്പമുണ്ട്. ഡോമിനന്റ് അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞിട്ടത്. ഈ റെസസീവ് അലീൽ എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് അലീലിന്റെ തന്നെ വേറൊരു ഫോം ആണ്. പക്ഷെ അതിന് എന്തോ കുറച്ച് കെമിക്കലി കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കെമിക്കലി എന്തൊക്കെ കുറച്ച് അമിനോ ആസിഡ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അത് പറ്റ ബേസിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ മ്യൂട്ടേഷൻസ് എന്തൊക്കെ സംഭവിച്ചു. അതൊന്നും ഇപ്പം എന്തായാലും നിങ്ങൾ ബോദർ ആവേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിട്ടുള്ള ഡോമിനന്റ് അലീലാണ് ഒറിജിനൽ ആയിട്ടുള്ള ഒരാള്. ഡോമിനന്റ് അലീലിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് നല്ല മാറ്റങ്ങളല്ല, എന്തോ മോശം മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അതിന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോയി. അതിനെയാണ് നമ്മൾ റെസസീവ് അലീലിന് ശരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കില്ല? റെസസീവ് അലീലിനില്ല. അപ്പൊ ഫങ്ഷണൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആര് മാത്രമാണ്? ഡോമിനന്റ് അലീൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഡോമിനന്റ് അലീലിന്റെ ക്യാരക്ടർ മാത്രം എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ റെസസീവ് അലീലിന്റെ ക്യാരക്ടർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ട്രൈറ്റ് അല്ല. ആ പ്രോട്ടീൻ ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടോൾ ആൻഡ് ഡ്വാർഫ് എന്ന് പറയുമ്പോൾ തന്നെ ഡോമിനന്റ് അലീൽസ് ഉണ്ടെങ്കിൽ അവർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു
പ്ലാന്റ് എന്താവും നല്ല ടോൾ ആയിട്ട് വരും. അതാണ് അതിന്റെ ഒരു ഒറിജിനൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ റെസസീവ് കണ്ടീഷൻ ഡ്വാർഫാണ്. ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരില്ല, ഡോമിനന്റ് അലീലില്ല. രണ്ടും റെസസീവ് അലീൽസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യൂല. അതുകൊണ്ട് അതിന് ഹൈറ്റ് ഉണ്ടാവില്ല, ഡ്വാർഫ് ആയിട്ട് വരും. ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ആ ഒരു സ്മോൾ ആർ അല്ലെങ്കിൽ സ്മോൾ ടി എന്നുള്ള അലീൽസിന്റെ ട്രൈറ്റ് ഡ്വാർഫ്നെസ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് പ്ലാന്റ് ടോൾ ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ റെസസീവ് അലീൽസിന്റെ ക്യാരക്ടർ ഡ്വാർഫ്നെസ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം അതാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, എങ്ങനെയാണ് ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനന്റ് അലീലാണ്. ക്യാപിറ്റൽ ആർ എന്തിനാ എക്സ്പ്രസ് ചെയ്യുന്നത്, റൗണ്ട് ഷേപ്പിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് എന്താണ്, ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ക്യാപിറ്റൽ ആർ ഒരു എൻസൈം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർച്ചിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. സ്റ്റാർച്ച് അറിയില്ലേ, നമ്മൾ സ്റ്റോർഡ് ഫോം ആണ്. അപ്പം ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റോർഡ് ഫോം ആയിട്ടുള്ള സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്കും സാധിക്കും, ക്യാപിറ്റൽ ആറിന് പറ്റും. ഓക്കെ, ഈ ഒരു സ്റ്റാർച്ച് സീഡിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. സീന്നൊക്കെയാണ്, സീഡിനകത്ത് എന്ത് പറ്റുന്നല്ലോ, ഈ ഒരു സീഡിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർച്ച് ഈ ഒരു സീഡിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണമായിട്ട് സീഡ് റൗണ്ട് ആവും. ഇപ്പൊ നേരെ മറിച്ചിട്ട് നമ്മളെ സ്മോൾ ആറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ, സ്മോൾ ആർ നമ്മൾ എന്താ പറഞ്ഞത്, സ്മോൾ ആർ റെസസീവ് അലീലാണ്. അതായത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള അലീലിന്റെ തന്നെ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഫോം ആണ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം ഈ സ്മോൾ ആർ എന്നുള്ള സീഡിനകത്ത് എന്തുണ്ടാവില്ല, സ്റ്റാർച്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതെന്തായി പോകും, റിങ്കിൾഡ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഈ റിങ്കിൾഡ് ആയിട്ടുള്ള ഗ്യാപ്പിനകത്തൊക്കെ സ്റ്റാർച്ച് വന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, ഓൾറെഡി ഇപ്പം റിങ്കിൾഡ് ആയിട്ടുള്ള ഒരു സീഡാണെങ്കിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റാർച്ച് വന്നിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്തൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതെന്താവും, റൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു സീഡ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഇപ്പം സ്മോൾ ആർ ആകുമ്പോൾ അവിടെ എന്താണ്, സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവില്ല. അപ്പം ഈ ഒരു ഗ്യാപ്പിനകത്ത് വന്ന് സ്റ്റാർച്ച് ഫില്ല് ചെയ്യില്ല, അത് റിങ്കിൾഡ് ആയിട്ട് തന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ്സ് ഉണ്ടാവുന്നതും റൗണ്ട് സീഡ് ഡോമിനന്റ് ആണെന്ന് നമ്മൾ പറയുന്നതും. ഓക്കെ, പിന്നെ എന്താ, ജസ്റ്റ് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള റൗണ്ട് സീഡാണ്. അതായത് രണ്ടും ക്യാപിറ്റൽ ആർ ആയിട്ട് വരുന്ന സീഡാണ്. ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് അലീൽസിനും എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതേപോലെ തന്നെ സ്റ്റാർച്ചും ഫോം ചെയ്യും. അവിടെ സ്റ്റാർച്ച് ഫോം ചെയ്തിട്ട് സ്റ്റാർച്ച് ഈ ഒരു സീഡിനകത്തൊക്കെ വന്നിട്ട് ഡെപ്പോസിറ്റഡ് ആവും. നല്ല ഒരു ഫുൾ റൗണ്ട് ആയിട്ടുള്ള ഒരു സീഡിനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഹെട്രോസൈഗസ് കേസ് നോക്കാം. അതിനകത്ത് ഒരു ക്യാപിറ്റൽ ആർ അലീൽ മാത്രമാണ്, അതായത് ഒരു ഡോമിനന്റ് അലീൽ മാത്രമാണുള്ളത്. ഒരു അലീൽ എന്താണ്, റെസസീവ് ആണ്. അതല്ലെങ്കിൽ ഈ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ആർ അലീലിന്റെ തന്നെ മ്യൂട്ടേറ്റഡ് വേർഷൻ ആയിട്ടുള്ള ഒരു സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലീലാണുള്ളത്. അതിനെന്താണ്, എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ പക്ഷെ എന്താ, ഇവിടെ ക്യാപിറ്റൽ ആർ ഉണ്ടല്ലോ, ഒരു അലീൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു അലീലുണ്ട്. അപ്പൊ അതിന് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈം പിന്നീട് സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്റ്റാർച്ച് വന്ന് സീഡിനകത്ത് ഫില്ല് ചെയ്യും. എന്തായാലും സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു സീഡ് റൗണ്ട് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഒരു കുറച്ചെങ്കിലും ഉണ്ടല്ലോ, എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിലേ ആവശ്യമുള്ളൂ. സോ എൻസൈം എന്തായാലും ഒരു അലിയിലെങ്കിലും എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ട്രൈറ്റ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്യാപിറ്റൽ ആർ ഉണ്ട്, അത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അത് വെച്ചിട്ട് സ്റ്റാർച്ച് ഫോം ചെയ്തിട്ട് അത് ആ ഒരു സീഡിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇതും റൗണ്ട് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ ഹോമോസൈഗസ് റിങ്കിൾഡിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും സ്മോൾ ആർ ആണ്. അതായത് രണ്ടും മ്യൂട്ടേറ്റഡ് ഫോം ഓഫ് ഡോമിനന്റ് അലീലാണ്. രണ്ടും റെസസീവ് അലീൽസ് ആണ്. ഇവിടെ രണ്ടുപേർക്കും എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് അലീൽസിനും സാധിക്കില്ല. അത് കാരണമായിട്ട് അവിടെ എന്ത് ചെയ്യും, സ്റ്റാർച്ച് ഫോം ചെയ്യില്ല. സ്റ്റാർച്ച് വരാത്തത് കാരണം ഈ ഒരു സീഡ് റിങ്കിൾഡ് ആയിട്ട് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. കാരണം ആ ഒരു റിങ്കിൾസിൽ സ്റ്റാർച്ച് വന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് റൗണ്ട് ആയിട്ട് മാറുമായിരുന്നു. പക്ഷെ ഇവിടെ എൻസൈം ഇല്ല. എന്തുകൊണ്ട് എൻസൈം ഇല്ല, ആ ഒരു അലീൽസ് ഡിഫക്റ്റ് ആണ്, അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ഫോം ഓഫ് ആ ഫോം ആയിട്ടുള്ള അലീൽസ് ആണ്. അതുകൊണ്ട് അവർക്ക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല.
സോ അവിടെ സ്റ്റാർച്ച് ഫോം ആവില്ല. സ്റ്റാർച്ച് ഫോം ആവാണ്ട് സീഡിനകത്ത് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ, അതാണ് ഇപ്പം റെസസീവ്നെസ് ആൻഡ് ഡോമിനൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താണ്, എങ്ങനെയാണ് ഡോമിനന്റ് ആൻഡ് റെസസീവ് അലീൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു റീസൺ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾക്ക് പറയാനുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഒരു ഗമേറ്റിനകത്ത് ഒരു അലീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ പിന്നെ റീജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ 2 3 4 ഒക്കെ അലീൽസ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? ഫെർട്ടിലൈസേഷന്റെ സമയത്താണ്. പിന്നെ ആ ഒരു സെഗ്രിഗേഷൻ ഇതിന്റെ കാണിച്ചിട്ടുള്ളതാണ്. ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ട്രൈറ്റ്സ് പാരന്റ്സിന്റെ 2 ട്രൈറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ക്രോസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ചെയ്ത് സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറും കൺസിഡർ ചെയ്തിട്ടുള്ള ക്രോസ് ആയിരുന്നു അത്. റൗണ്ട് ആൻഡ് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ, ഫസ്റ്റില് റൗണ്ട് ആൻഡ് യെല്ലോ ഡോമിനന്റും റിങ്കിൾഡ് ഗ്രീൻ റെസസീവ് ആയിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് പാരന്റൽ ആൻഡ് നോൺ പാരന്റൽ വെറൈറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് അടുത്ത ജീനിന്റെ ഇൻഹെറിറ്റൻസിനെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് മെന്റൽ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് മെന്റൽ എന്ത് ചെയ്തത്? മൂന്നാമത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ലോ ഫോം ചെയ്തത്. എന്തായിരുന്നു അത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, അതാണ് മെന്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡോമിനൻസ് ആൻഡ് റെസസീവ്നെസ് നമ്മൾ കുറെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു അലയിൽ ഡോമിനന്റ് ആവുന്നത്, എങ്ങനെ റെസസീവ് ആവുന്നത്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡോമിനന്റ് ആയിട്ടുള്ള അലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീൻ, ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും. പക്ഷെ റെസസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനന്റ് അലയിലിന്റെ തന്നെ ഒരു മ്യൂട്ടേറ്റഡ് വേർഷൻ ആണ്. ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കാരണമായിട്ടുണ്ടാവുന്ന ഒരു ട്രൈറ്റ് ആണ് റെസസീവ് ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് ഈ ഒരു പോർഷൻസ് എല്ലാം വായിക്കുക. അതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പന്നറ്റ് സ്ക്വയർ ഒക്കെ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാലേ പിന്നീട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.